ആളുകൾക്ക് ധ്യാൻ ശ്രീനിവാസന്റെ പടം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത പ്രതീക്ഷയാണ്. ഇപ്പോ ഭയങ്കര ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് രമേശ് നാരായണൻ ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാതെ പോയൊരു സംഭവം. അല്ല, അതിന് ഇവിടുത്തെ പ്രാദേശികമായി നടക്കുന്ന നാട്ടിലത്തെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ എന്നോട് ചോദിക്കും, ഞാൻ പറയാം. ട്രംപിന് കഴിഞ്ഞ ദിവസം വെടിയേറ്റു. ഇതിപ്പോ നടക്കുന്ന സംഭവം ആയതോടെ ഇപ്പൊ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. വെടിയേറ്റത് നടക്കുന്ന അത് ഇന്നലെ തൊട്ട് ചർച്ചയിൽ നിന്ന് പോയി. ഇന്ന് ഇതാണ് ചർച്ചയിലുള്ളത്. ഇപ്പൊ ഇതാണ് ചർച്ച. എനിക്കിതൊരു വിഷയമേ അല്ല. ട്രംപിന് വെടിയേറ്റ കൊണ്ട് പോറിയേ ഉള്ളൂ, പ്രശ്നമില്ല. ചെറുതായിട്ടൊന്ന് പോറി. ട്രംപ് ഓക്കെ ആണല്ലേ? ക്രൈമായിട്ട് അങ്ങനൊന്നുമില്ല. നമ്മൾ അഭിനയിച്ചതാണ് ഏറ്റവും വലിയ ക്രൈം. ധ്യാൻചന്ദ് ഇങ്ങനെ ധ്യാനിച്ച് നിൽക്കുന്ന ഒരു അതിന്റെ താഴെ കമന്റ് ചെയ്ത് തിയേറ്ററിൽ ഇതുപോലെ ഉറക്കിടന്നിറങ്ങേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞു. ഞാനാണ് എന്റെ സിനിമയിലെ നായകൻ. എന്തുകൊണ്ടായിരിക്കും ചോദിച്ചോ? എന്തുകൊണ്ടാണ് ഞാൻ അപ്പൊ കേട്ടോടനെ ബോധം കേട്ടോ. അന്ന് അവിടെ ആ പ്രോഗ്രാം കമ്പയർ ചെയ്തത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ. ഞാൻ ഇപ്പൊ എമ്പുരാൻ ചെയ്യുന്ന സമയത്ത് രാജുവിന്റെ അടുത്ത് പറഞ്ഞു, ഓർമ്മയുണ്ട, നമ്മളെ വലിയ വലിയ ആൾക്കാരായി എല്ലാവരും പുള്ളി പറഞ്ഞാണ് ഞാൻ മറക്കാൻ. പ്രണവിന് അങ്ങനെ ഒരു ബിഗിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ. അവരെവിടെയാ ചോദിക്കുന്നത്? കമന്റുകളുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. ഇപ്പൊ ഞാനാ മേക്കപ്പ് ചെയ്ത പോലെയാണ് എന്നോട് ചോദിക്കുന്നത്. ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടണ്ടേ? എല്ലാവർക്കും അതിനെങ്കിലും നമ്മളെ സഹായിക്കുന്നുണ്ടല്ലോ. എല്ലാവരും ഇടക്കിടക്ക് കണ്ടന്റ് ആവാറുണ്ട്. ഞാൻ പിന്നെ എനിക്കതൊരു വിഷയമേ അല്ല. പക്ഷെ ആദ്യം ആ റോളിലേക്ക് ലോകേഷ് കനകരാജിനെ ആയിരുന്നു. ലോകേഷ് രക്ഷപ്പെട്ടെന്ന് ശിവനേന്ന് പറഞ്ഞിട്ട് ട്രോൾ വന്നിട്ടുണ്ട്. ലോകേഷ് അന്നും ഒഴിവാക്കി. ഇവനെ വിശ്വസിക്കരുത്, ഇവൻ ഈ ബീച്ച് ഇവന്റെ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വെക്കുന്നു. വളരെ അടിച്ച് കടലിൽ കയറ്റി. ഞാൻ SN സ്വാമി സാറായിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ്. ഇതായിരിക്കും എന്റെ അവസ്ഥ. സമയമായിട്ടോ എനിക്ക് പോവാം. കൂടെയുള്ളത് ധ്യാൻ ശ്രീനിവാസൻ, കലേഷ് രാമാനന്ദ്, അതുപോലെ തന്നെ മണിക്കുട്ടൻ എന്നിവരാണ്. 3 പേർക്ക് നമസ്കാരം. സീക്രട്ട് മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോ ഒരു സൈക്കോളജിക്കൽ ജേണറാണെന്ന് പറയുന്നു, അതുപോലെ ഒരു മോട്ടിവേഷനിലാണ് എന്ന് പറയുന്നു. എന്താണ് ശരിക്കും സീക്രട്ട് മുന്നോട്ട് വെക്കുന്നത്? ഉറങ്ങി എഴുതാൻ ടഫ് ക്വസ്റ്റ്യൻ. കൃഷ്ണ അല്ലല്ലോ, കലേഷ് പറ. അല്ല, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മൾ ഈ നിമിത്തങ്ങൾ എന്നൊക്കെ പറയില്ലേ, നമുക്ക് ചില കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തുകൊണ്ട് അത് നടക്കുന്നു, അല്ലെങ്കിൽ അത് നടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ചിലപ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ നമ്മളെ കുറച്ചൊന്ന് ചിന്തിപ്പിക്കുന്ന പോലത്തെ ഒരു സിനിമയായിരിക്കും സീക്രട്ട്. അതിലിപ്പം ആ സീക്രട്ട് എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ ദ സീക്രട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം ഈ സീക്രട്ട് കാണുമ്പോൾ മനസ്സിലാവും. SN സ്വാമിയുടെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത് CBI പോലുള്ള സിനിമകളൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കുന്നത്. അദ്ദേഹം എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരു പടം വരുമ്പോഴും ആളുകൾക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല, അത്തരത്തിലൊരു പടമായിരിക്കുമോ എന്നൊരു എക്സ്പെക്ടേഷൻ പൊതുവിൽ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ടാണല്ലോ. സാറിന്റെ സിനിമ, സാറ് എഴുതിയിട്ടുള്ള സിനിമകളിൽ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ക്രൈം ത്രില്ലേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിനകത്ത് ക്രൈം ആയിട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മൾ അഭിനയിച്ചതാണ് ഏറ്റവും വലിയ ക്രൈം. പക്ഷെ ധ്യാൻചന്ദ് ഇങ്ങനെ ധ്യാനിച്ച് നിൽക്കുന്ന ഒരു കുറെ ലെയറുള്ള ഒരു ഫോട്ടോ ആണ് ഇതിന്റെ പോസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ താഴെ കമന്റ് ചെയ്ത് തിയേറ്ററിൽ ഇതുപോലെ ഉറക്കിടന്നിറങ്ങേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ ഉറങ്ങുന്നത്, അത് ധ്യാനമല്ല. പക്ഷെ ഇങ്ങനെ പിടിച്ചിട്ടോ അത് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉറങ്ങിയപ്പോ അത് സ്റ്റില്ലാക്കി എടുത്തിട്ട് ഫസ്റ്റ് ലുക്ക് ആക്കിക്കണം. ഈ കമന്റുകളുടെ കാര്യം പറയുമ്പോഴേ പൊതുവില് ധ്യാൻചേട്ടന്റെ ഇന്റർവ്യൂ ആരും കമന്റ് ചെയ്യാൻ വെറുതെ തമാശ. കമന്റുകളുടെ കാര്യത്തില് ധ്യാൻചേട്ടന്റെ ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും ആളുകൾ കൂടുതലായിട്ട് ഇതിൽ കമന്റ് ചെയ്യുന്നത് ഈ തമാശകളൊക്കെ ധ്യാൻചേട്ടന്റെ സിനിമകളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പൊതുവിൽ കമന്റുകൾ കൂടുതൽ കാണാറുണ്ട്. ഞാൻ പറയുന്നതോ അല്ല, കമന്റുകൾ ഇന്റർവ്യൂവിന്റെ താഴെ എഴുതുന്നവരെ പിടിച്ച സിനിമ എഴുതിക്കേണ്ടി വരും. അതിലൊരു 10 പേരെ ഫിൽട്ടർ ചെയ്തിട്ട് അവന്മാരെ കൊണ്ടൊരു കഥ എഴുതുകയാണെന്ന് കറക്റ്റ്. എങ്കിൽ ഇപ്പോൾ ആളുകള് ഇപ്പോ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടം തിയേറ്ററിൽ ഉണ്ടാവുന്നതാണ് പൊതു സംസാരം. അടുത്ത ഒരു വെള്ളിയാഴ്ചയല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ അപ്പുറം താണ്ടിയിട്ടില്ല പലതും. ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച മോട്ടിവേഷൻ ഇത് കൂടെ
അപ്പൊ ആളുകൾക്ക് ഈ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ ഇറങ്ങും. ഇപ്പൊ ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞു ആ വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവും എന്ന് പറയും കൂടിയും. അങ്ങനെയൊന്നുമല്ല. അതല്ല, പറയുന്നത് അങ്ങനെയല്ല. ഇപ്പൊ ആളുകൾ പോലും അപ്പൊ അത്ര വിജയിച്ചില്ലെങ്കിൽ കൂടിയും ആളുകൾക്ക് ധ്യാൻ ശ്രീനിവാസന്റെ പടം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത പ്രതീക്ഷയാണ്. അങ്ങനെ അല്ല, അങ്ങനെ നിൽക്കുമ്പോ പോലും ധ്യാൻ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയില്ലേ സിനിമകളെ കുറച്ചുകൂടി സീരിയസ് ആയി കാണുക? ഉണ്ടല്ലോ സ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ എന്നില്ല അങ്ങനെ പ്രതീക്ഷ ഒന്നും. ഞാൻ അങ്ങനെ പ്രതീക്ഷ കൊടുക്കാറില്ലല്ലോ. എങ്കിൽ പോലും സിനിമകൾ കുറച്ചുകൂടി സെലക്റ്റീവായി സീരിയസ് ആയി ചെയ്യണം, അങ്ങനെയൊന്നും ഇതുവരെ. വളരെ സീരിയസ് ആയിട്ട് എക്സ്പ്രഷൻ ഒക്കെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോ സീരിയസ് ആയിട്ട് എക്സ്പ്രഷൻ അത് പറഞ്ഞ എക്സ്പ്രഷൻ ഈ പോസ്റ്ററിൽ ഒരാൾ പോലും സീരിയസ് അല്ല നിൽക്കുന്നില്ല. സത്യം, വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിനൊരു സീരിയസ്നെസ് ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ കരിയറിന്റെ അവസാനത്തിലായിരിക്കും ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ചെയ്യുക. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അത് അതുവരെ ആളുകൾ സിനിമ കാണും. അവസാനം ആവാറായി. അതല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അങ്ങനെ പറയാൻ പാടില്ലേ? കരിയറിന്റെ അവസാനത്തിലായിരിക്കും എന്റെ നല്ലൊരു സിനിമ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഇത് നല്ലൊരു സിനിമയായിരിക്കും. എന്തൊരു ഉറപ്പില്ലാത്തതുപോലെ. അവൻ പറഞ്ഞല്ലോ നല്ലതായിരിക്കുന്നു. അവൻ പറഞ്ഞ എനിക്ക് വിശ്വാസം. കലേശന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ അടുത്ത് ശ്രദ്ധിച്ച 2 സിനിമകളിലും ഒരു തമിഴ് ടച്ച് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു തമിഴ് ടച്ച് കാണാൻ പറ്റും. പക്ഷെ ഇതിലൊരു സൈക്കാട്രിസ്റ്റ് ആയിട്ടാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ ക്യാരക്ടർ? സൈക്കോളജിസ്റ്റ് ആണ്, തമിഴ് സൈക്കാട്രിസ്റ്റ് അല്ല. ഉണ്ട്, പക്ഷെ അതൊരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. പക്ഷെ അല്ല, ഇതിലും തമിഴ് ടച്ച് ഉണ്ടോ? ഇല്ലില്ല, മലയാളം തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. മലയാളിയാണ്, മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കല്യാണം പാലക്കാട്, തമിഴ്നാട്ടിലാണോ? പാലക്കാട്, സോറി. അല്ല, തമിഴ്നാട്ടിലായിരുന്നു. അല്ല, പാലക്കാടാണോ? ഞാൻ പാലക്കാട് നിന്നുള്ള ആളായിട്ടാണ് കാണിക്കുന്നത്. പിടിയില്ല, ഈ ഏരിയയില്ല പിടിയില്ല. അല്ല, മലയാളിയാണ്, മൂർത്തി എന്നാണ് ആക്ച്വലി പേര്. സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കാട്രിസ്റ്റ് അല്ല. അപ്പൊ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്ന, ഇപ്പൊ ഒരു ആസ്ട്രോളജിയും സൈക്കോളജിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഒരു ചെറിയ രീതിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിലൊരിക്കലും ഒരു തമിഴ് ടച്ച് ഇല്ല. ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്നത് മൊത്തം മലയാളമാണ്. ആക്ച്വലി ഞാൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറും പിന്നെ സെൽവയും മാത്രമായിരുന്നു തമിഴ്. അതിൻ്റെ ഇടയിൽ നേരെന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു, പിന്നെ ക്രിസ്റ്റഫർ ചെയ്തിരുന്നു. ഇതൊക്കെ മലയാളം തന്നെയാണ്. അപ്പോൾ തമിഴ് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു വിനീതേട്ടൻ മാത്രമാണ്, വിനീതേട്ടന്റെ പടത്തിൽ മാത്രമാണ് തമിഴ്. പക്ഷെ അതിലും പറഞ്ഞു പച്ച മലയാളി അവൻ തമിഴനായിട്ട് അഭിനയിക്കായിരുന്നു എന്നാണ് ഇന്ദ്രധനുഷിനെ കുറിച്ച് അവസാനം പറഞ്ഞത് മരിച്ചു കിടക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഒരു ദുരൂഹതയുണ്ട്. പക്ഷെ ഇതിൽ പ്രോപ്പർ മലയാളം തന്നെ സംസാരിക്കുന്ന ക്യാരക്ടറാണ്. ഇൻഫാക്ട് സ്വാമി സാർ എഴുതിയ മലയാള സംഭാഷണമൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമല്ലേ. നമ്മൾ കണ്ട് വളർന്ന സിനിമകൾ എഴുതിയ ഒരു സംവിധായകൻ, അല്ല ഒരു എഴുത്തുകാരൻ, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അദ്ദേഹം എഴുതിയ സംഭാഷണങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നു. അത് തന്നെ ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ഷൂട്ടിൻ്റെ സമയത്ത് ഞാനത് വായിക്കുമ്പോഴൊക്കെ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമ്മൾ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയും, പക്ഷെ ഇത് നമ്മൾ ഡ്രീം പോലും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ അറിയില്ലല്ലോ ഇങ്ങനെ നടക്കുമെന്നൊന്നും. പക്ഷെ അത് ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളിപ്പോൾ നേരത്തെയും പറഞ്ഞിരുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡെസ്റ്റിനിയിൽ ഭയങ്കരമായ ഒരു ഭാഗ്യമാണ്. സ്വാമി സാറ് വിചാരിച്ച ആരെ വെച്ച് വേണമെങ്കിലും സിനിമ ചെയ്യാം. അപ്പം എല്ലാവരും ഡേറ്റ് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വാമി സാറാണ്. ധ്യാനാണ് എൻ്റെ സിനിമയിലെ നായകൻ. എന്തുകൊണ്ടായിരിക്കും ചോദിച്ചോ? എന്തുകൊണ്ടാണ് ഞാൻ അപ്പൊ കേട്ടോടനെ ബോധം കേട്ടോ സന്തോഷം കൊണ്ട് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഞാൻ എന്നുള്ളത്? ഏത് എപ്പോഴെങ്കിലും ഇല്ല ഏതെങ്കിലും ഡയറക്ടറോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ സിനിമയിലെന്ന്? ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെയും? എൻ്റെ അടുത്ത് പ്രേക്ഷകർ കണ്ടിട്ട് ചോദിച്ചു എന്നോട് ഞാൻ പലരോടും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നങ്ങനെ ആ സിനിമയിൽ നിന്ന് ഔട്ടായതിനു ശേഷം ഇവരൊക്കെ നേരിട്ട് പോയി കാണുന്ന സമയത്ത് പോയി ചോദിക്കും. ഇപ്പൊ സമയമല്ല, തിരക്കാ. പൊതുവിൽ ധ്യാൻ ഇരുന്നാൽ ഇന്റർവ്യൂവിന് ഭയങ്കര ഹൈപ്പായിരിക്കും, അതുകൊണ്ട് സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പ് വരും എന്ന പേടി പൊതുവില് ആളുകൾക്കുണ്ടോ? അതുകൊണ്ട് ഇപ്പം പ്ലേ ഡൗൺ ചെയ്യാണ്, തമാശകൾ കുറയ്ക്കാണ്. സിനിമ ഓടുന്നത് പേടിയാണ്. ഹൈപ്പ് കൂടും.
അതുകൊണ്ട് ഞാൻ പ്ലേ ഡൗൺ ചെയ്യാം. ലക്ഷ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ധ്യാന് കുറച്ചുകൂടി സെലക്റ്റീവ് ആവാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. ഞങ്ങളിപ്പോ കുറച്ചു മുമ്പേ സംസാരിച്ചോളൂ. ധ്യാൻ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ടാണോ ഇന്റർവ്യൂ എടുക്കുന്നത്? അല്ലല്ലോ, എല്ലാ സിനിമ എല്ലാ സിനിമ ഇന്റർവ്യൂ എടുക്കൂലേ? വേണമെന്നില്ല, എന്തൊക്കെ പ്രോഗ്രാം ഇന്റർവ്യൂ വരുന്നത് സെലക്റ്റീവ് ആവുന്നുണ്ടോ? വരുന്ന സിനിമകളൊക്കെ മാക്സിമം നന്നായി ചെയ്യാന്നുള്ളതാണല്ലോ. മാക്സിമം നന്നാക്കും. എങ്കിലും കരിയറിൽ അതൊരു പ്രശ്നമാകുമോ എന്ന് പേടി ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പേടിയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ? ആരെ പേടിക്കാൻ? നമ്മളാരെയും പുറത്തുനിന്ന് പേടിപ്പിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ വേറെ ജോലിയൊക്കെ പോവാന്നുള്ളത്. സെലക്റ്റീവായിട്ട് ചെയ്തത് കൊണ്ട് മാത്രം മോട്ടിവേഷനായിട്ട് കരുതിയാൽ മതി. ഇപ്പൊ മണിക്കുട്ടന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നായകനായിട്ട് സിനിമയിൽ എന്റെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നു, പക്ഷെ അല്ല, ഞാൻ ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ്. 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നായകനായിട്ട് ഒരു സിനിമയിൽ എത്തുന്നു. അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് എല്ലാം സംഭവിക്കുകയാണ്, യാദൃശികമായിട്ടാണ് ലൈഫിൽ. അല്ല, ഞാൻ കുട്ടിക്കാലത്ത് ഒരു സിനിമയിലുണ്ട്, ചിൽഡ്രൻസിൽ. അതിലും നായകനാണ്. അതില് നായകൻ. അത് ഡയറക്ട് ചെയ്തത് ജയകുമാർ പുള്ളിയാണ്. ചന്ദനിലെ സുഗന്ധം പാട്ടൊക്കെ എഴുതിയ കൃഷ്ണനായർ സാറിന്റെ മകനാണ്. അത് ഡയറക്ടർ ജയൻ സാറിനെ കുറിച്ച് ഒരുപാട് സിനിമ ചെയ്ത ആളാണ്. പിന്നെ ആ സിനിമയില് ഞാന് സത്യം പറഞ്ഞ ഈ മൊത്തത്തിൽ 25 വർഷം കഴിഞ്ഞില്ല? അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ നോക്കുമ്പോ പെരിയ ആള് സീനിയർ ആണ്. അങ്ങനെ നോക്കുമ്പോ ഏകദേശം 30 കൊല്ലമില്ലേ? 25. ഇതെന്റെ കോളേജ് വെച്ച് ആഘോഷിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയമാവട്ടെ, 30 ആവട്ടെ. ശരി. ഞാൻ ആ ഫസ്റ്റ് അഭിനയിക്കുന്നത് ഒരു ചൈൽഡ് പ്ലേ, ടെലിപ്ലേ എന്ന് പറഞ്ഞിട്ട് ദൂരദർശൻ കേന്ദ്രത്തിൽ ഒരു പ്രോഗ്രാം. അത് നമ്മുടെ ചർച്ചിൽ വരുന്ന അവിടെ വരുന്ന ഡയറക്ടറായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചത്. അപ്പം 7ാം ക്ലാസ്സിലല്ല, അതിന് 4ാം ക്ലാസ്സിൽ തുടങ്ങി. പക്ഷെ ഒരു സിനിമ, ചിൽഡ്രൻസ് ഫിലിമാണ് 7ാം ക്ലാസ്സിൽ അഭിനയിച്ചത്. അത് ജയകുമാർ സാർ ഡയറക്ട് ചെയ്ത ആ സിനിമ അതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ നടത്തിയപ്പം വിന്നി മെഡിക്കൽസിലെ മണ്ടേല, അതായത് നെൽസൺ മണ്ടേല സാറിന്റെ വൈഫാണ് മാം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ആ പ്രോഗ്രാം കമ്പയർ ചെയ്തത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറായ പൃഥ്വിരാജാണ്. പുള്ളി അന്ന് അമേരിക്കയിൽ പഠിക്കാൻ പോയിട്ട് ലീവിന് വന്ന സമയത്ത് മല്ലിക സുകുമാര മാം ആയിരുന്നു, ഈ പറയുന്ന ആൻറ്റി ആയിരുന്നു അന്ന് ചിൽഡ്രൻസ് ഫിലിം ഇതിന്റെ ചെയർപേഴ്സൺ. അപ്പം രാജു ആയിരുന്നു അത് കമ്പയർ ചെയ്തത്. അപ്പൊ ഞാൻ എമ്പുരാൻ ചെയ്യുന്ന സമയത്ത് രാജുവിന്റെ അടുത്ത് പറഞ്ഞു, ഓർമ്മയുണ്ടോ, നമ്മളെ വലിയ വലിയ ആൾക്കാരായില്ലായിരുന്നു. അപ്പൊ ഒരുപാട് ഭാഗ്യങ്ങൾ. കാരണം എനിക്ക് എന്തോ ഞാനിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ് പഠിക്കാനായിട്ടുള്ള ഒരു അവസരമോ ഭാഗ്യമോ എനിക്ക് കിട്ടിയിട്ടില്ല. തിയേറ്റർ ആക്ടറല്ല. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ അന്ന് എന്താ പറയണ്ട, നമ്മൾ കോമാളികളിയായിരുന്നു. അതൊരിക്കലും ഒരു പ്രോഗ്രാമായിട്ട് കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഇതായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം, ഒരുപക്ഷെ വീട്ടുകാരുടെ പ്രാർത്ഥനയോ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ പ്രാർത്ഥനയോ, സിനിമയിൽ നിന്ന് അവൻ അന്നം കഴിക്കട്ടെ എന്നൊരു ഭാഗ്യം വന്നു ചേർന്നു. പിന്നെ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ അതിനുശേഷം ഇപ്പം ഞാൻ സ്വാമി സാറിൻ്റെ ഇതിൻ്റെ 2ാമത്തെ സിനിമയാണ്. സ്വാമി സാറിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ നല്ലൊരു ക്യാരക്ടർ അഭിനയിച്ചിരുന്നു. ഇതിലിപ്പം എൻ്റെ വേഷം കാണുമ്പോൾ ഞാനൊരു പ്രധാന ക്യാരക്ടറാണെന്ന് തോന്നുന്നു. പക്ഷെ പ്രധാന ക്യാരക്ടറാണ്, 2 സീനേ ഉള്ളൂ. നായകനായിട്ടിരിക്കുന്ന ധ്യാൻ മര്യാദ ഇരിക്കുന്ന, ഞാൻ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുമ്പോൾ ഞാനൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സീനുകൾ. വൺ ഇമ്പോർട്ടൻറ്റ് സീൻ ആയതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ആൾക്കാർ താഴെ കമന്റ് വരും, നായകനും കൂടെ ഉള്ളവരും ഉണ്ടായിരിക്കും കണ്ണാടി വെച്ചിരിക്കുന്നത്. അതെല്ലാം ചുമ്മാ ഈ പൃഥ്വിരാജിന്റെ കാര്യം പറയുമ്പോൾ ലൂസിഫറിൽ ഡബ് ചെയ്തു കണ്ടു. ഞാൻ ലൂസിഫറിൽ ഡബ് ചെയ്തിരുന്നു. എന്തിനാ, ആർക്ക് വേണ്ടി? ഞാൻ അനീഷിന് വേണ്ടിയുള്ള ക്യാരക്ടറാണ്. കാരണം എനിക്ക് ഞാൻ ട്രിവാൻഡ്രത്താണ്. പക്ഷെ ഗൂഗിൾ എഴുതിയിരിക്കുന്നത് പൃഥ്വിരാജിന് വേണ്ടി ഡബ് ചെയ്തു. അതിനകത്ത് രാജു ഹിന്ദിയില് സാബ് എന്ന് പറയുന്നില്ല, അത് രാജു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ രാജുവിനല്ല, ഞാൻ ചെയ്തത് അനീഷിനാണ്. അനീഷിന് ട്രിവാൻഡ്രം സ്ലാങ് അങ്ങനെ വരും. പക്ഷെ അവര് നമ്മൾ അനീഷ് ജീമേനു അതിനകത്ത് ഈ പറയുന്ന പോലെ അവര് അതിന്റെ ഡബിങ്ങിൽ പോലും വളരെ ശ്രദ്ധ കൊടുത്തിരുന്നു. അപ്പം ആ ട്രിവാൻഡ്രം സ്ലാങ് പക്കയായിട്ട് തന്നെ വരണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്ത സമയത്ത് അനീഷും വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അനീഷ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചേട്ടാ, താങ്ക് യു ചേട്ടാ, കാരണം ആ ക്യാരക്ടറിന് ഒരു വേറൊരു ഇത് കിട്ടും. അങ്ങനെ പൃഥ്വിരാജ് നേരിട്ട് വിളിച്ച് പറഞ്ഞതാണ്. രാജു എന്നെ നേരിട്ട് വിളിച്ചാണ്. പക്ഷെ അന്ന് രാജു എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിരുന്നു, അടുത്ത സിനിമയിൽ ഒരു ക്യാരക്ടർ തരുമെന്ന്. അദ്ദേഹം എമ്പുരാൻ വന്നപ്പോൾ എന്നെ വിളിച്ചു. എമ്പുരാനിലുണ്ട്. എമ്പുരാനെ കുറിച്ച് ഡയറക്ടർ അല്ലാതെ വേറെ ആരും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ധ്യാൻ ചേട്ടൻ വർഷങ്ങൾക്ക് ശേഷം OTT വന്നതിന് ശേഷം
ഭയങ്കരമായൊരു നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അതിന്റെ ഒരു പല കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മേക്കപ്പിനെ കുറിച്ചും ആളുകൾ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രണവിന് അങ്ങനെ ഒരു വിഗിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ. അവൻ എവിടെയാ ചോദിക്കുന്നത്? കമന്റുകളുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. ഞാൻ കഴിഞ്ഞ 2-3 ഇന്റർവ്യൂവിൽ വരുന്ന എല്ലാ സ്ഥലത്തും ഇത് പറഞ്ഞു മടുത്ത്. ഞാനാ മേക്കപ്പ് ചെയ്ത പോലെയാണ് എന്നോട് ചോദിക്കുന്നത്. മൊത്തത്തിൽ ഈ നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവനെ വളരെ പോസിറ്റീവായിട്ട് കണ്ടു. നെഗറ്റീവിനും നമ്മളെന്താ ചെയ്യാ? അതിനിപ്പോ ചെയ്ത സിനിമ അത് കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ ഇനി. ആ സിനിമ ഓടി. അതിനെപ്പറ്റി ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും. ഒന്നിനും മിണ്ടാതിരിക്കണം. ഞാനാണെങ്കിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് പറയുകയും ചെയ്തു, ഇനിയെങ്കിലും മിണ്ടാതിരിക്കണം. പക്ഷെ ഈ ജ്ഞാപകം മോദുദേ എന്നുള്ള പാട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണ്ടിയിരുന്നില്ല. എനിക്ക് ആ പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ല. കുറച്ചും എന്നോട് പറഞ്ഞോളൂ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന്. അല്ല, ഇടക്കിടക്ക് നല്ല പാട്ടല്ലേ? ഇടക്കിടക്ക് കുത്തി കയറ്റിയപ്പോ ആൾക്കാർക്ക് ഒരു അരോചകമായി തോന്നി കാണണം അല്ലേ? എല്ലാവരും. പക്ഷേ തിയേറ്ററിൽ ഈ പടം ഓടുമ്പോൾ ഒരാൾ ഒന്നും ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടായിരിക്കും OTT എത്തുമ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവുകൾ കൂടുതലായി സംഭവിക്കും? ഞാൻ പറയട്ടെ, ആ പാട്ട് പോലും ചിലർക്ക് ഇഷ്ടമായി, ചിലർക്ക് ഇഷ്ടവും. സിനിമ അതുപോലെ തന്നെ ചിലർക്ക് ഇഷ്ടവും. അതുപോലെ തന്നെ തിയേറ്ററിൽ ചില ഓടിയ സിനിമകൾ ചിലപ്പോൾ OTT എത്തുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടാവില്ല. എന്തുകൊണ്ടാന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. ബിഗ് സ്ക്രീനിൽ ഓടിയ സിനിമകൾ മിക്ക മിനി സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര ക്രിട്ടിക്കലി അഭിപ്രായം, ഭയങ്കര മോശം അഭിപ്രായം വരുന്നില്ലേ? മനഃപൂർവ്വമായ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാവാത്തത് ജനുവലി ഇഷ്ടമാവാത്തോണ്ടായിരിക്കും. കുറെ ആൾക്കാർക്ക് ഒരു സിനിമയാകുമ്പോൾ 2 വശം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടമായി, കുറെ ആൾക്കാർ OTT വന്ന് കണ്ടാൽ കുറെ ആൾക്കാർക്ക് ഇഷ്ടമായില്ല ആ സിനിമ. അപ്പം ആ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ടുള്ള വേറെ സിനിമകൾ നമ്മളുടെ വീട്ടുകാരോട് കാണാൻ പറയുമ്പോഴത്തേക്ക് അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പോസ് ചെയ്തിട്ട് പോകാറുണ്ട്. അല്ല, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരു ശതമാനം ആൾക്കാർ അവര് പോകുന്നത്. നമ്മൾ അൾട്ടിമേറ്റ്ലി സിനിമ തിയേറ്ററിൽ ഓടുക എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു. അപ്പൊ നമുക്കതിനെ വളരെ പോസിറ്റീവായിട്ട് ഞാൻ എല്ലാ ട്രോളും ഇരുന്ന് കുത്തിയിരുന്ന് കണ്ടതാ. വിനീതേട്ടനും അങ്ങനെ തന്നെയാണോ? പുള്ളി കുത്തിയിരുന്ന് കണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളി അടുത്ത സിനിമയും പരിപാടിയൊക്കെ ആയിട്ട് പുള്ളി പോയി. കാരണം ഇതിനെ കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിച്ചിരുന്നു? സംസാരിച്ചിട്ടേ ഇല്ല. അതിനുശേഷം എന്നെ വിളിച്ചിട്ടേ ഇല്ല. ഇനി കാരണം ട്രോളുകളെ കുറിച്ച് എന്നെ കാണിച്ചു തരുന്ന കുറെ, കഴിഞ്ഞ തവണ ഞാനൊരു ലൊക്കേഷൻ വന്നപ്പോ അജു ആണ് എനിക്ക് 1-2-3 ട്രോളൊക്കെ അജു നേരിട്ട് കാണിച്ചു തന്നെ. എനിക്ക് അത് നല്ല സീൻ എടുക്കാൻ നേരം അജു കൊണ്ട് കാണിക്കണം, ഈ ട്രോളൊന്ന് കാണും, മാനസികമായിട്ട് തകർക്കും. അപ്പൊ നമുക്കത് കാണുമ്പോ ഭയങ്കര നമ്മളൊരു എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം, ഒരു കണ്ടന്റ് കാണുമ്പോൾ ഉള്ള രസവും കൗതുകവും അതിന്റെ ആസ്വദിച്ചിട്ട് ഞാനത് കണ്ടത്. നമ്മുടെ സിനിമ ആയതുകൊണ്ട് അതിനെ ട്രോൾ ചെയ്യാൻ പാടില്ല, എന്റെ സിനിമ ആരാണ് ട്രോൾ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇന്ന് അതിന്റെ എത്രയോ കാലങ്ങളായിട്ട് ഇതൊക്കെ എല്ലാ സിനിമകൾക്കും ഇത്തരം ചെറിയ ചെറിയ കളിയാക്കലും ഇതൊക്കെ ഉണ്ടല്ലോ. അതിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടും വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലും കാണുന്നു. ഇനി വരട്ടെ അല്ലേ? നമ്മളെ സംബന്ധിച്ചൊന്നും തിയേറ്ററിൽ സിനിമ ഓടി, നമ്മള് പറയണത് ഓടി, പടം അഭിപ്രായം വന്നു, ആൾക്കാർ കണ്ടു. അതിനുശേഷം അതിനുശേഷം ഫോളോ ചെയ്ത് വന്ന് ഇതുപോലെ തിയേറ്ററിൽ ഓടിയ സിനിമേനെ ഇപ്പൊ ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പൊ ഇതേപോലെ ഓടുന്ന സിനിമ വരും, ആൾക്കാർ വീണ്ടും ട്രോളും. പാർട്ട് ഓഫ് ദ ഗെയിം. ആൾക്കാർക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടണ്ടേ? എല്ലാവർക്കും അതിനെങ്കിലും നമ്മളെ സഹായിക്കുന്നുണ്ടല്ലോ. അല്ല, അവരത് കണ്ടിട്ട് ഡൈസെക്ട് ചെയ്ത് ജ്ഞാപകമൊക്കെ അങ്ങനെയാണല്ലോ ട്രോള്. എല്ലാം ഇടക്കിടക്ക് കണ്ടന്റ് ആവാറുണ്ട്. അതെ, ഞാൻ ഇപ്പൊ വിഷയമേ അല്ല. സ്വിഗ്ഗി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ് വന്നിട്ട് എന്നോട് കഴിഞ്ഞ കൊല്ലമൊക്കെ ചേട്ടാ സെൽവൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇപ്പൊ ചേട്ടാ ജ്ഞാപകം അതേപോലെ. സാധാരണ എനിക്ക് പൊതുവെ എല്ലാത്തിൽ നിന്നും കിട്ടാറില്ല ട്രോള്. പക്ഷെ ഇത്തവണ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ചിലര് പറഞ്ഞത് ഞാൻ സിനിമയിൽ ഇമോഷണൽ രംഗങ്ങൾ വളരെ തന്മയത്തോടെ കൈകാര്യം ചെയ്തല്ലോ. ചെയ്യണ്ടായിരുന്നു. അല്ല, അത്തരത്തിലുള്ള കമന്റുകൾ ധ്യാൻ ചേട്ടൻ തന്നെ കേട്ടിരുന്നു. അത് ഭയങ്കര അല്ല, അതിന് നല്ല കാര്യല്ലേ? നല്ല കാര്യല്ലേ? ആ കമന്റുകളെ കുറിച്ചാണ് എന്തെങ്കിലും പ്രതിഷേധമല്ല, ആ കമന്റുകളെ കുറിച്ചാണ് ചോദിച്ചത്. അല്ല, പടം ഇറങ്ങിയപ്പോ കുറെ പേര് നല്ലത് പറഞ്ഞു, കുറെ പേര് മോശം പറഞ്ഞു. അപ്പൊ നല്ലത് പറയുന്ന ആൾക്കാർ താങ്ക് യു നമ്മൾ പറയുന്നു, മോശം പറഞ്ഞ പോടാ അവിടെ വെച്ചിട്ട് പോടാന്ന് പറയുന്നു. കഴിഞ്ഞ വിനീതേട്ടനെ മുന്നും അറിയാം. പക്ഷേ വിനീതേട്ടനോട് ഒരു ആദ്യമായ ഒരു ചാൻസ് വെക്കുന്നത്, മുന്നേ ഒരു പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ക്യാരക്ടർ കണ്ട് വിനീതേട്ടൻ തന്നെ നന്നായിരിക്കുന്നു എന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചാൻസ് ചോദിക്കുന്നത് യാദൃശികമായ ഒരു ചെന്നൈ എയർപോർട്ടിൽ നിന്നാണ്.
ചെന്നൈ എയർപോർട്ടിൽ നിന്നാണ്. അതെന്താണ് അത്രയും അവസരം ഉണ്ടായിട്ട് അപ്പം ചോദിക്കാതെ എയർപോർട്ടിൽ നിന്ന് വെച്ച് തന്നെ ചോദിക്കാം? അല്ല അങ്ങനല്ല, തനിയൊരുവന് ശേഷം വിനീതന്റെ നമ്പർ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് ഒക്കെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ ചെയ്യുന്ന നാടകത്തിൻ്റെയൊക്കെ പോസ്റ്റേഴ്സ് ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തംസപ്പ് അങ്ങനെയൊക്കെ റിപ്ലൈ വരാറുണ്ടായിരുന്നുള്ളൂ. ഈ 2018 എൻഡിലും എങ്ങാണ്ടാണ്, 19ന്റെ തുടക്കത്തിലും എങ്ങാണ്ടാണ് ഈ ചെന്നൈ എയർപോർട്ടിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ആക്ച്വലി അത് ഈ സീക്രട്ടിൽ പറയുന്ന പോലത്തെ ഒരു നിമിത്തമാണ് അതും. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്, അവനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആ സെയിം ഫ്ലൈറ്റിലാണ് വിനീതേട്ടനും ദിവ്യ ചേച്ചിയൊക്കെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് അറൈവൽ ഗേറ്റിലൂടെ വരുന്നതിന് മുമ്പ് വിനീതേട്ടൻ വന്നു. അപ്പോൾ വിനീതേട്ടൻ എന്നെ കണ്ടപ്പോൾ നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ റിസീവ് ചെയ്യാൻ വന്നു. എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു തിയേറ്റർ ആർട്ടിസ്റ്റ്, ഡബിങ് ആർട്ടിസ്റ്റായിട്ടൊക്കെ നിൽക്കുന്ന, പക്ഷെ നല്ല അവസരം ഒന്നും കിട്ടി. കളിച്ച് നീ എനിക്ക് ഒരു മെസ്സേജ് അയക്കും. ഞാൻ വിനീതേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അയക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത മെസ്സേജ് അയച്ചു. അപ്പോൾ വിനീതേട്ടൻ ദിവ്യ ചേച്ചിക്കും പരിചയപ്പെടുത്തി കൊടുത്തു, തനിയൊരുവനിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം ഒരു 6 months ലേറ്റർ ആണ്. അപ്പം ഞാൻ ചോദിച്ചു വിനീതേട്ടൻ അടുത്ത പടം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. 6 months ലേറ്റർ ആണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, കലേഷ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ നെക്സ്റ്റ് സ്ക്രിപ്റ്റ്, യു ഹാവ് എ റോൾ, ഐ തിങ്ക് യു ഹാവ് എ റോൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആദ്യം ആ റോളിലേക്ക് ലോകേഷ് കനകരാജിനെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. രക്ഷപ്പെട്ടു ശിവനേന്ന് പറഞ്ഞിട്ട് ട്രോള് അത് ഈ സിനിമ, അത് വർഷങ്ങൾക്ക് ശേഷം. മറ്റേത് പറഞ്ഞത് ഹൃദയത്തിന്റെ ടൈമില് 2019 ഹൃദയത്തിലേക്ക് വിളിക്കുന്നത്. പക്ഷെ അന്ന് എന്നെ കണ്ടപ്പോഴാണ് വിനീതേട്ടന് ആ സെൽവ ഇവനാണെങ്കിൽ കൊള്ളായിരിക്കുമല്ലോ എന്ന് തോന്നിയത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് അതും ലോകേഷിനെ വിളിച്ചിരുന്നതാ. അതിന് ലോകേഷിനൊന്നും വിളിച്ചില്ല, സെൽവയ്ക്ക് ചുമ്മായിരിക്കും. ലോകേഷ് അന്നും ഒഴിവാക്കി. വെറുതെ നീ ഒന്നും ചെയ്യൂല ലോകേഷ്. അതോടെ ലോകേഷിന് നാട്ടിറങ്ങി നടക്കാൻ പറ്റും. ഈ വിനീതേട്ടനെ എയർപോർട്ടിൽ വെച്ച് കണ്ട് അവസരം കിട്ടിയ വേറെ 2 ആർട്ടിസ്റ്റുകൾ ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൽ കണ്ടാലേ കാണാൻ ഇനി എയർപോർട്ടിൽ പോയി നിൽക്കുന്നു. ഞാൻ കുറെ കാലം പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ ചോദിക്കുന്നു, അപ്പൊ കിട്ടണില്ല. ഇനി എയർപോർട്ടിൽ എയർപോർട്ട് എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോലെ എയർപോർട്ടിന്റെ അറിവില്ല. ചിലപ്പോ വിനീതേട്ടൊക്കെ വന്നാലും ഈ പറയുമ്പോഴാണെങ്കിൽ ചോട്ടാ മുംബൈയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്. അതിൽ ഓരോരുത്തർ ഓരോ ഗെറ്റപ്പിൽ, ഇപ്പം ലാലേട്ടൻ വരുന്ന ഒരു ഗെറ്റപ്പ് ഉണ്ട്, സിദ്ദിഖ്, അതുപോലെ ജഗതി ചേട്ടൻ, ഇവരൊക്കെ വരുന്ന ഓരോ ഗെറ്റപ്പുകളുണ്ട്. ഇവരൊക്കെ മേക്കപ്പ് ചെയ്ത് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ ആ ഒരു ക്രൂ വരുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു ശരിക്കും പരസ്പരം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു കോമഡിയും നിങ്ങളുടെ ആ സീനും ഒക്കെ ശരിക്കും ഓരോരുത്തർ മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ തന്നെ. ഇല്ല, എൻ്റെ 3ാമത്തെ സിനിമയാണ് ചോട്ടാ മുംബൈ. ഞാനൊരു കടുത്ത മോഹൻലാൽ സാറിൻ്റെ ആരാധകനാണ്. ഞാൻ MG കോളേജിൽ പഠിച്ചത് തന്നെ ലാൽ സാർ അവിടെ പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ആദ്യത്തെ ദിവസം ഇതൊന്നും ഞാൻ കാണുന്ന പോലും ഇല്ല. എൻ്റെ അടുത്ത് മണിമുരളി രാജേട്ടൻ വിളിച്ച കഥ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ സൈനു എന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിനെ അമ്മ മാറോട് ചേർത്ത് വരുന്ന പോലെ ലാലേട്ടൻ ബുള്ളറ്റിൽ സൈനുവിനെ ഇരുത്തിക്കൊണ്ട് വരുന്നതാണ്. രണ്ടാമതൊന്നും, അതായത് ബുള്ളറ്റ് ഇങ്ങനെ ഞാൻ രണ്ടാമതൊന്നും ചോദിച്ചു സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തിപ്പോയി. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എറണാകുളത്തൊന്നുമില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു സിനിമയുടെ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത് ചോട്ടാ മുംബൈ ആയിരിക്കും. കാരണം ബെന്നിപ്പി നാരായണൻ സാറും അൻവർ റഷീദ് സാറും പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റ് എല്ലാ ആർട്ടിസ്റ്റും വായിച്ചിരിക്കുന്നു. അതൊരു വലിയ സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ഇത് ഈ ഷൂട്ട് ചെയ്യുന്നത് ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരിയിലാണ്. അവിടെ ചെന്ന് ഈ മേക്കപ്പ് ഇറങ്ങുമ്പം ഇപ്പം പ്രത്യേകിച്ച് സിദ്ദിഖയുടെ മുള്ളൻ ചന്ദ്രപ്പൻ അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇതായിട്ട് തോന്നും. പക്ഷെ അല്ല, നമ്മൾ ഫോട്ടോ അടിച്ച് മട്ടാഞ്ചേരി എത്തുമ്പോൾ ഏതാണ്ട് ആൾക്കാർ കുറേ പയ്യന്മാർ അതേപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഒബ്സർവേഷൻ ചെയ്ത് അത് അൻവർക്ക് തന്നെയാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഡിഫറെൻറ്റ് ലുക്ക്, അവരുടെ കോസ്റ്റ്യൂംസിൽ ലുക്ക് വേണമെന്നുള്ളത് അൻവർക്ക് തന്നെയാണ് അതിൻ്റെ എല്ലാ കൊണ്ടും. എന്തായാലും ഇത് വർക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ആ ഒരു ജയിലിലുള്ള സീനുകളാണെങ്കിലും പുറത്തുനിന്നുള്ള സീനുകളാണെങ്കിലും ഭയങ്കരമായി എന്റർടൈൻ ചെയ്യുന്ന സാധനങ്ങളാണ്. സ്പോട്ടിൽ സംഭവിക്കുന്ന പോലെ ആ കള്ളു കുപ്പി പൊട്ടുന്ന സാധനങ്ങളും ഒക്കെ, ഇതൊക്കെ ഈ സ്പോട്ടിലായിട്ട് ഇവരുടെ നിങ്ങളുടെ ഒരു പരസ്പരമുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ആ ഒരു തരത്തിൽ തന്നെയാണ്. ഇല്ല, ആ സിനിമയിൽ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആക്ടേഴ്സ് ഇംപ്രൊവൈസേഷൻ എന്നൊരു സംഭവമുണ്ട്. ഞാൻ ആ സമയത്ത് ആക്ടർ എന്ന് പറയും, ഇപ്പോഴും ഞാൻ ആക്ടർ എന്ന് പറയാറില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു പഠിക്കുക എന്ന് മാത്രമേ നടക്കത്തുള്ളൂ. പിന്നെ ഇവർ ഭയങ്കര ഇംപ്രൊവൈസേഷനാണ്. അത് നമുക്കൊരു തുടക്കക്കാരൻ എന്ന രീതിയിൽ അത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ച സമയത്ത് നമുക്ക് അടുത്ത സിനിമകളിലേക്ക്, ആ സിനിമയിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട, അവർ കൂടെ നിന്നാൽ മാത്രമേ പോയാൽ ഇല്ല. കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് ഓക്വേർഡായി തോന്നും. ഞാൻ എന്നിട്ട് വേറെ സിനിമയിൽ നമ്മൾ ഈ പറയുന്ന പോലെ അവിടെ നിന്ന് കിട്ടിയ പാഠങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഇപ്പോൾ ഭയങ്കര ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് രമേശ് നാരായണൻ ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാതെ പോയൊരു
സംഭവം വലിയ രീതിയിൽ വാർത്തയാവുന്നു. അത് ഞാൻ ധ്യാൻ ഇപ്പഴാ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് അങ്ങനെ ഒരു അവാർഡ് ആളുകൾ വാങ്ങിക്കാതെ പോകുന്നതെങ്കിൽ അത് എങ്ങനെയായിരിക്കും ധ്യാൻ ചേട്ടൻ ഹാൻഡിൽ അവാർഡ് ചെയ്യുക? തരാനാ ഇപ്പൊ. അല്ല, ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കാതെ പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ധ്യാൻ ചേട്ടൻ അതിനെ ഹാൻഡിൽ ചെയ്യുക? കൊടുത്തപ്പോ അദ്ദേഹം മേടിച്ചില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം ജയരാജ് സാറിനെ വിളിച്ചിട്ട് മേടിച്ചു. പിന്നെയാണ് ധ്യാൻ ചേട്ടൻ എങ്ങനെയായിരിക്കും അതിനെ ഹാൻഡിൽ കൊടുക്കുമ്പോ ആരെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ അതിനിപ്പോ hypothetical question ആണ്. ഏതാ ഞാൻ ചേട്ടൻ കൊടുത്തിട്ട് ആരെങ്കിലും മേടിച്ചില്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ട് വാങ്ങിച്ചില്ലെങ്കിലോ? എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക? ഹാൻഡിൽ ചെയ്ത പോലെ ഹാൻഡിൽ ചെയ്യും. അത്രേ ഉള്ളൂ. വേണ്ടേ, നമ്മൾ മാറിപ്പോയിക്കോളാം. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാനാ? ആരായിരുന്നു വാങ്ങിക്കണം, ഞാൻ അപ്പൊ തന്നെ ആളെ വിളിച്ച് റെഡി ആക്കി കൊടുത്ത് നമ്മള് എന്ത് പറയാനാ ഇതിനൊക്കെ അല്ലേ? ഇതൊക്കെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല ഇതൊന്നും അല്ലേ? ഇതില് ജ്യോതിഷത്തെ കുറിച്ച് കൂടി സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു. ആര്? ആസിഫ് അലിയാ? സിനിമയിൽ അതാ പറഞ്ഞ ഓഫ് ടോപ്പിക് പോയിട്ട് തിരിച്ച് സിനിമയിലേക്ക് വരാം, അതെങ്കിലും പറയണം. സിനിമയിലേക്ക് വരുമ്പോൾ ഇതില് ജ്യോതിഷത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പൊതുവിൽ ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് ആ ജ്യോതിഷത്തെ? ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്നാ ഇവിടുത്തെ പ്രാദേശികമായി നടക്കുന്ന നാട്ടിലത്തെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ എന്നോട് ചോദിക്കി, ഞാൻ പറയാം. ട്രംപിന് കഴിഞ്ഞ ദിവസം വെടിയേറ്റു, അതിനെ കുറിച്ച് ചർച്ച, എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിപ്പോ നടക്കുന്ന സംഭവം ആയതോടെ ഇപ്പൊ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ട്രംപിന് വെടിയേറ്റത് ചിലപ്പോൾ നടക്കുന്ന അത് ഇന്നലെ തൊട്ട് ചർച്ചയിൽ നിന്ന് പോയി, ഇന്ന് ഇതാണ് ചർച്ചയിലുള്ളത്. ഇപ്പൊ ഇതാണ് ചർച്ച. ആ, എനിക്കിതൊരു വിഷയമേ അല്ല. ട്രംപിന് വെടിയേറ്റ കൊണ്ട് പോറിയുള്ളൂ, പ്രശ്നമില്ല. പ്രശ്നമില്ല. ചെറുതായിട്ടൊന്ന് പോറി. ട്രംപ് ഓക്കെ ആണല്ലോ. തിരിച്ചു വരാം. ഈ ജ്യോതിഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. ധ്യാൻ ചേട്ടൻ ഇതിൽ വിശ്വാസമുണ്ട്. പൊതുവിൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജ്യോതിഷത്തില് വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരിക്കലും ഒരു ജ്യോത്സ്യനെ കണ്ട സമയത്ത് കൈ നോക്കുന്നയാൾ കൈ നോക്കുന്നയാളെ കണ്ടപ്പോ സിനിമയിൽ വരും എന്നുള്ളതും അങ്ങനെ കുറെ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നും അത് സംഭവിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ധ്യാൻ ചേട്ടന് ഈ കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്. ജ്യോതിഷം, ഇതുപോലുള്ള കൈനോട്ടം, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ധ്യാൻ ചേട്ടന് വിശ്വാസമുണ്ടോ? ഞാൻ ഇന്നേ വരെ അങ്ങനത്തെ പരിപാടിയിൽ പോയി ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്നെ പറ്റി അങ്ങനെ ചോദിച്ച ആൾക്കാർ ആരും നല്ലത് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അപ്പൊ പിന്നെ എന്തിന്? കൈ നോക്കിയിട്ടുണ്ടോ? കൈ നോക്കി എന്നോട്. ഞാൻ മെറീന ബീച്ചിൽ ചെന്നൈയിൽ കൈ നോക്കാൻ പോയി. അപ്പോൾ കൈ നോക്കിയിട്ട് ഒരു വയസ്സായ ഒരു സ്ത്രീ ആയിരുന്നു. കൈ നോക്കി ഒരു ടോർച്ചൊക്കെ അടിച്ചിട്ട് നോക്കി, അങ്ങനെ നോക്കി എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ എൻ്റെ കൂടെ വന്ന എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, കൂട്ടുകാരി ഓക്കെ എന്നോട് പറഞ്ഞു, ഇവനെ വിശ്വസിക്കരുത്, ഇവൻ ഈ ബീച്ച് ഇവന്റെ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വിൽക്കുന്നു, കൊണ്ട് രക്ഷപ്പെട്ടോന്ന്. ഞാൻ പൊയ്ക്കോന്ന് ഇതേ പറഞ്ഞോളൂ, വേറൊന്നും പറഞ്ഞില്ല. പൊതുവിൽ വിശ്വാസം ഉണ്ടോ? ഇത് കേട്ടപ്പോ എനിക്ക് വിശ്വാസം വന്നു. ഇത്രയും കറക്റ്റായിട്ട് എങ്ങനെ പറയാൻ പറ്റും? അതിലെല്ലാം ഇല്ലേ ഈ ബീച്ച് എന്ന് പറഞ്ഞ ഇവൻ വിറ്റ് കളയുന്നു, അതുകൊണ്ട് മോളെ രക്ഷപ്പെട്ടോന്ന്. പൊതുവിൽ അതിൽ വിശ്വാസമില്ലായിരുന്നു, ഇപ്പൊ കുറച്ച് അമ്മയൊന്ന് കാണണം. അവളെ അടിച്ച് കടലിൽ കയറ്റി കല്ലിട്ട് മുക്കി. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? പൊതുവിൽ വിനീതേട്ടൻ പറയാറുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ പറയുന്നതിലെല്ലാം ഒരു പൊടിപ്പും തൊങ്ങലും ഉണ്ടാവും, വിശ്വസിക്കരുത്. ഇതൊക്കെ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? മറ്റേ മിസ്റ്റർ ബട്ട്ലറിന്റെ മറ്റേ ഐസ് മേക്കർ, വെള്ളം ഇട്ടോടെ ഐസ് ഉണ്ടാവാൻ. പൊതുവിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അമ്മ പറഞ്ഞില്ലേ? ആരാ പറഞ്ഞത്? പറഞ്ഞാളോട് ചോദിക്കൂ. അമ്മ പറഞ്ഞില്ലേ ഒരിക്കൽ, എനിക്ക് എന്നെ കുറിച്ച് പറയരുത് ഇന്റർവ്യൂ? കള്ളത്തരം മാത്രമേ പറയുള്ളൂ. അമ്മ കള്ളത്തരേ പറയാറുള്ളൂ. പൊതുവെ ധ്യാൻചേട്ടൻ ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണോ? ആര്? ഞാനോ? എല്ലാത്തിനും ഇരുന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ചേട്ടാ ഇങ്ങനെയാണോ? ചേട്ടാ എന്തിനിങ്ങനെ കളിയാക്കുന്നത്? എല്ലാത്തിനും ഇരുന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, ധ്യാൻചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൊതുവിൽ എന്റെ കുടുംബത്തിലാണെങ്കിലും എന്നോട് ചോദ്യങ്ങൾ വരാതിരിക്കും, പറയുന്നത് ഇന്റർവ്യൂവിൽ ആവർത്തിക്കുന്നതൊക്കെ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് ധ്യാൻചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ. ഒരു ഇമേജും ഇല്ല. നീ എന്താ പറയണേ? സമയട്ടോ എനിക്ക് പോവാൻ. എന്താ ഇപ്പൊ അറിയണ്ടേ? അതല്ല, പൊതുവിൽ കുഞ്ഞിരാമായണം വന്ന സമയത്തൊക്കെ അതിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പൊ ആ ക്യാരക്ടറിന് പൊതുവിൽ ഒരു വ്യത്യസ്തനാണ് ആ ക്യാരക്ടർ. അതുവരെ തിരയിലുള്ള ഒരു ധ്യാനിനെയല്ല, പിന്നെ നമ്മള്
കുഞ്ഞിരാമായണത്തിൽ വരുമ്പം കാണുന്നത്. ആ ഒരു ക്യാരക്ടർ വ്യത്യസ്തമായിരുന്നു. അപ്പൊ ആ ക്യാരക്ടർ ഒരുപാട് ലൈഫിൽ പിന്നീട് അങ്ങോട്ട് ഗുണം ചെയ്തു എന്ന് ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും അങ്ങനെ ഒന്നുമല്ല, ഞാൻ വെറുതെ ഈച്ചടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇത് പറയില്ല, ഇനി അടുത്ത ഇൻട്രോ ചോദിക്കരുത്, ഞാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ചേട്ടൻ വിചാരിച്ചു ഇവനെ ഒന്ന് ഇവൻ ഒരു പണിക്കും പോകാതിരിക്കുന്ന ഇവൻ എന്തെങ്കിലും ശരിയാക്കണം. വെച്ചാൽ എനിക്കൊരു സിനിമയിൽ ഒരു അവസാനം എനിക്ക് സിനിമയിലൊന്നും വരാൻ ഒരു താല്പര്യമില്ലായിരുന്നു. വരുന്നു, സിനിമയിൽ വരുന്നു, ഒരു സിനിമ കിട്ടുന്നു, ബേസിൽ ലാബിലെ അസിസ്റ്റന്റ് ആയിരുന്നു, ബേസിലെ വടവേണ്ട കുഞ്ഞിരാമണം ചെയ്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നി ഇത് കൊള്ളാല പരിപാടി തോന്നി, കുറച്ച് സിനിമകൾ ചെയ്യുന്നു. സ്ഥിരാറ്റു വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വാർത്ത. പിന്നെ നമ്മൾ നേരത്തെ മണി പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസത്തിനകത്ത് പറഞ്ഞ പോലെ, നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുന്നു, നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നു, നമുക്കൊരു പഠനം ഉണ്ടാകുന്നു. നമ്മൾ സിനിമയിൽ വന്നിട്ട് സിനിമ ഇഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങിയ ആളാണ്. അപ്പം അതിനുശേഷം വന്നതിന് ശേഷം അപ്പോഴും അഭിനയം ഭയങ്കരമായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വെറുതെ ഇതൊക്കെ ചെയ്തു പോകുന്നു. അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു പോണ്ടേ. സീക്രട്ടിന് എത്തുമ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ SN സ്വാമി സാറായിട്ടുള്ള 2ാമത്തെ സിനിമയാണ്. ഇതായിരിക്കും എൻ്റെ അവസാനം. ഇനി ഇത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ പോയി നിൽക്കണം. അതുകൊണ്ട് നീ പറഞ്ഞാൽ സത്യമായിരിക്കും. ഇനി ഇത് നിൽക്കണേ. ഇല്ല, നമ്മള് പോകുമ്പോഴേക്കും നീ എന്തായാലും അതിനുകൊണ്ട് എയർപോർട്ടിലുണ്ടാവും, ഉറപ്പാ. എനിക്ക് ഉറപ്പാ. ഇവൻ എയർപോർട്ടിലൊക്കെ കിടക്കുന്നേ. ചേട്ടാ എവിടെ കൊടുക്കുന്നുണ്ട്? രാവിലെ ഒറ്റ പഴയ മീശയൊക്കെ വെച്ചിട്ട് എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നാലും എന്നെ സംബന്ധിച്ച് കുറച്ച് സ്ക്രീൻ സ്പേസ് എനിക്ക് സിനിമയിലുണ്ട്. പക്ഷെ ആ ഒരു ആക്ടർ, അതായത് ഞാൻ എന്നെ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റായി കാണുന്നു. ഒരു എവല്യൂഷൻ ആക്ടർ ആവാനായിട്ട് കിട്ടിയ മനോഹരമായിട്ടുള്ള ക്യാരക്ടറാണ്. 2 സീനുകൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അത് SN സ്വാമി സാറ് പറഞ്ഞു തന്നതുപോലെയും, അതുപോലെ കൃഷ്ണ സാറിൻ്റെ മകൻ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ഇവർ രണ്ടുപേരുടെ ഒരു വലിയ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള സീന് ധ്യാൻ്റെ കൂടെയും ആർദ്രയുടെ കൂടെയാണ്. മതിയല്ലോ, കാരണം ഞങ്ങൾ രണ്ടുപേരും എവല്യൂഷനിലൂടെ ആൾക്കാരാണ്. മെത്തേഡ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളുടെ സിനിമ നമ്മൾക്കൊരു അവസരം തരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പോയിട്ട് പുള്ളി പറയുന്ന എന്താണോ, പുള്ളിക്ക് എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുക. സിമ്പിൾ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രോസസ്സോ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി ഒരു സിനിമ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹം പറയുന്ന എന്താണോ, പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയാകുമ്പോൾ നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വമുണ്ട്. കാരണം നമ്മൾ അഭിനയിച്ച് കുളമാക്കരുത്, അല്ലെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ പോകുന്ന ചിന്ത. കാരണം നമുക്ക് മെത്തേഡോ ഈ പ്രോസസ്സോ അതൊന്നും അറിയില്ല. അവരെന്താണോ പറയുന്നത്, നമ്മൾ ഇത് പ്രാക്ടീസിലൂടെ ഉണ്ടാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടീസാണ് ശരിക്കും. ആ പ്രാക്ടീസ് നമ്മളിപ്പോൾ ഞാൻ കുറേ സിനിമ ചെയ്ത മോശം സിനിമകൾ എന്നൊക്കെ പറയാം, അതിലൂടെ എനിക്കൊരു പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട്. ആ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് നമ്മളായിട്ട് നമ്മൾ മനഃപൂർവ്വം ഇവോൾവ് ആയില്ലെങ്കിൽ നമ്മൾ ഇവോൾവ് ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു നിരന്തരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമ്മളൊരു എഫേർട്ട് വിടുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയാകുമ്പോൾ നമ്മളൊരു 1 എക്സ്ട്രാ എഫേർട്ട്, കാരണം നമ്മൾ കാരണം ആ സിനിമയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു പ്രായത്തിലൊരു ഫസ്റ്റ് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാരണം ആ ക്യാരക്ടർ അല്ലെങ്കിൽ പുള്ളി വിചാരിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റണേ എന്നുള്ള ഒരു ചിന്തയോടെയാണ് എല്ലാ ദിവസവും പോകുന്നത്. ഇതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി. ഈ ജോയ് മാത്യു ആണ് തന്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത്? അത് ഞങ്ങൾക്കിടയിലുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ എനിക്ക് പുള്ളിനെ ഗുരു തോന്നിപ്പോയി. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.